നവവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ മക്കൾക്ക് ഞാൻ നേരുകയാണ്. ഇന്നൊരു പുണ്യമായ ദിനമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സുദിനമാണ്. നമുക്ക് നമ്മോട് തന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല മനോഹരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നെ അനുസരിക്കണം, എല്ലാവരും എന്നെ മനസ്സിലാക്കണം, എല്ലാവരും എന്നെ അഭിനന്ദിക്കണം. ഇത് നമ്മുടെ ചിന്തയാണ്. നമ്മുടെ ചിന്ത ദൈവത്തിന്റെ ചിന്തയോട് നമ്മൾ ചേർത്ത് വെക്കണം. അപ്പോൾ എന്താണ് വചനം നമ്മോട് പറഞ്ഞു തരുന്നത്? 1 കൊരിന്ത്യർ 2:2 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആരാ പറയുന്നത്? പൗലോസ്ലിയാണ് പറയുന്നത്. ശരിയല്ലേ? നമുക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട്. നല്ല വീട് വേണം, നല്ല കാറ് വേണം, നല്ല സൗന്ദര്യം വേണം, നല്ല കഴിവ് വേണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ആഗ്രഹങ്ങൾ തീരുമാനങ്ങളാകുന്നില്ല. തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹായുടെ തീരുമാനം കേട്ടില്ലേ? എനിക്ക് യേശുവിനെ കുറിച്ചല്ല, ക്രൂശിതനായവനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു. മകളെ, ഇന്ന് ഈ നവവത്സരത്തിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ: മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് എനിക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു തീരുമാനമാക്കാൻ സാധിക്കുമോ? ഈ നവവത്സരത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. നല്ല അഭിഷേകമുണ്ടാകും. ഈ പറയുന്നത് നിങ്ങൾ കുറിച്ചെടുക്കണം. ഈ പറയുന്നത് നിങ്ങൾ എഴുതി വെക്കണം. എങ്ങനെയാണ് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്? ഇതാ 5 തീരുമാനങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുക. 1, എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വർഷം മുഴുവനും ദിവ്യബലിയിൽ പങ്കെടുക്കും. 2, വ്യക്തിപരമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങുകയില്ല. 3, ഒരു വചനമെങ്കിലും ഓരോ ദിവസവും ഞാൻ പഠിക്കും. 4, ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ കുമ്പസാരിക്കും. 5, ജൂബിലി വർഷത്തിൽ സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന പൂർണ്ണമായ ദണ്ഡവിമോചനം ഞാൻ പ്രാപിക്കും. മക്കളെ, ഈ 5 തീരുമാനങ്ങൾ ഈ നവവത്സരത്തിൽ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറക്കരുതേ, ആഗ്രഹങ്ങളല്ല, തീരുമാനങ്ങളാണ് ഒരു സ്വാഭാവിക മനുഷ്യനെ അതിസ്വാഭാവിക മനുഷ്യനാക്കി തീർക്കുന്നത്. ഒരു ജഡിക മനുഷ്യനെ ഒരു ദൈവിക മനുഷ്യനാക്കി മാറ്റുന്നത്. അപ്പസ്തോലന്മാരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്ത്രീഹന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിന്റെ പുണ്യവാന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നവവത്സരത്തിന്റെ ആരംഭ ദിനത്തിൽ തന്നെ എന്ത് നിയോഗവുമായി ഈ പ്രയർ ലൈൻ 3 മിനിറ്റിൽ പങ്കെടുക്കുന്നുവോ അതെല്ലാം സാധ്യതമാക്കി കൊടുക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുരക്താഭിഷേകം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിച്ചു ചേർക്കാൻ പരിശ്രമിക്കുന്ന സർവരുടെ അധ്വാനങ്ങളോടും പരിശ്രമങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.